രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ അതുപോലെ KPCCയെ അടക്കി ആക്ഷേപിച്ച കുറെ പേരുണ്ട്. വെട്ടുക്കിളികൾ, അവന്മാർക്കും വെട്ട് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വെട്ടുക്കിളികളുടെ ഇത്തരം നടപടികൾ ഇനി ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനാവില്ല. കോൺഗ്രസിനൊരു പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്. ആ പാരമ്പര്യവും പൈതൃകവും നശിപ്പിച്ചുകൊണ്ട് ഈ വെട്ടുക്കിളികൾ കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. അതിന് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം, ഇട്ടേ മതിയാവൂ. ഇല്ലെങ്കിൽ കോൺഗ്രസിന് വീണ്ടും വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് വെട്ടുക്കിളികളെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാൻ കൂടി നേതൃത്വം തയ്യാറാകണം. തയ്യാറായില്ലെങ്കിൽ നമുക്ക് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ വില ഇനിയും കൊടുക്കേണ്ടി വരും. എന്തായാലും ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാൻ നമുക്ക്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ നമുക്കുണ്ട്. ഇന്നലെ തന്നെ രാജ്യസഭയിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം ധർമ്മേന്ദ്ര പ്രധാൻ എന്താ അദ്ദേഹം പറഞ്ഞത്? PM ശ്രീയിൽ ഒപ്പിടാൻ ഒരു പവർ ബ്രോക്കർ ഉണ്ടായിരുന്നു, ഒരു ഇടനിലക്കാരനുണ്ടായിരുന്നു. അപ്പോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണല്ലോ PM ശ്രീ. അത് വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള നടപടിയാണല്ലോ. LDF അറിയാതെ സൈബർ ആക്രമണത്തിന്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയെ പ്രകോപിപ്പിച്ച് ഇരന്നു വാങ്ങിയതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ വലിയ രീതിയിൽ സമൂഹ മാധ്യമത്തിൽ ആക്രമിക്കപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരം വെട്ടുകിളികൾക്കെതിരെ അതിശക്തമായി ഉപയോഗിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അവരെ വെട്ടി നിരത്തിയിരിക്കുന്നു. അവർക്ക് കൂടി കിട്ടിയ വെട്ടാണ്. ഇനി അവർ പൊന്തി വരാത്ത വിധത്തിലുള്ള നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് നേതൃത്വത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്തായാലും ഇതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അവർ രാഹുലുമായിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ബംഗളൂരുവിലെ സുള്ളിയ എന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുന്നു. ഏതോ അതിർത്തി പ്രദേശങ്ങളിൽ ഉൾക്കാടുകളിലാണ് എന്നൊക്കെ പറയുന്നു. പല വിധത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ട്. പോലീസ് ലക്ഷ്യമിട്ടിട്ടുണ്ട്, വളഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകളും വരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ഒരു അറസ്റ്റിന്റെ വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഒളിസങ്കേതത്തിൽ ഇരുന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. ഹൈക്കോടതിയെ സമീപിക്കുന്നു രാഹുലിന്റെ അഭിഭാഷകൻ എന്ന വിവരമാണ് വരുന്നത്. ഒരു അറസ്റ്റ് ഒഴിവാക്കാനുള്ള എല്ലാ സാധ്യതയും നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തേടുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. അത് ഒരു പരിധിവരെ ഈ നടപടികളിലൂടെ ഒഴിവാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതേസമയം അറസ്റ്റ് ഉണ്ടാകുമോ, MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കുന്നോ എന്നതൊക്കെ വളരെ പ്രധാനമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വിശദമായ വാർത്തകൾ ലൈവ് at 6 കാണാം.